എന്തായാലും ഒരു ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്ന് ചരമകോളത്തിലുണ്ടായിരുന്നേനെ ഞങ്ങള്. കാരണം എതിരെ ഏതെങ്കിലും ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ കയറും, അത് ഉറപ്പാണ്. കാരണം സെന്ററിലാണ് വീണ. എല്ല് പൊട്ടിയ കയ്യുമായി പൊളിഞ്ഞ റോഡിൽ പ്രതിഷേധം നടത്തി ദമ്പതികൾ. ഇന്നലെ ഇവരുടെ ഇരുചക്രവാഹനം റോഡിലെ കുഴിയിൽ വീണാണ് അപകടമുണ്ടായത്. ആലുവ ചൂണ്ടി ഭാഗത്ത് നെസ്റ്റ് വില്ലയുടെ മുൻവശത്താണ് അപകടം നടന്നത്. ഇരുചക്രവാഹനത്തിൽ ആലുവയിൽ നിന്നും പെരുമ്പാവൂർക്ക് പോവുകയായിരുന്ന പുക്കാട്ടുപടി സ്വദേശി നൌഷാദും ഭാര്യ സുനിതയുമാണ് ഇന്നലെ രാത്രി 7:30 വെള്ളം മൂടിക്കിടന്ന കുഴിയിൽ വീണത്. വീഴ്ചയിൽ ഇരുവരും റോഡിന്റെ നടുഭാഗത്തേക്ക് മറിഞ്ഞു വീണെങ്കിലും വേറെ വാഹനങ്ങൾ ആ സമയത്ത് ഇല്ലാത്തതിനാൽ വലിയ അപകടമൊഴിവായി. നൌഷാദിന് കാലിനും നെഞ്ചിനും മുഖത്തുമാണ് പരിക്ക്. സുനിതയുടെ കൈപ്പത്തി ഭാഗത്ത് എല്ലിന് പൊട്ടലുണ്ട്. നിലവിൽ ചതവുള്ളതിനാൽ നീരുമാറിയിട്ടേ പ്ലാസ്റ്റർ ചെയ്യാനാവൂ. ഇനിയും മറ്റാർക്കും അപകടം ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരും ഇന്ന് പ്രതിഷേധത്തിനായി റോഡിലെത്തിയത്. ആലുവയിൽ നിന്ന് ഞങ്ങൾ പുക്കാട്ടുപടി വീട്ടിലേക്ക് പോകണേ. ഞാനും ഭാര്യ ഉണ്ടായിരുന്നു. ഒരു 7:15 ആ സമയത്താണ്. നല്ല മഴയുണ്ടായിരുന്നു. മഴയത്ത് ഈ കുഴി വെള്ളം കാരണം കാണാൻ പറ്റിയില്ല. വന്ന് ചാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. റൈറ്റ് സൈഡിലേക്കാണ് വീണത്. മുഖം അടിച്ച് നെഞ്ചടിച്ചൊക്കെ വീണത്. മുഖം, നെഞ്ചും, കൈയും കാലും എല്ലാം പൊട്ടിയിരിക്കുകയാണ്. വൈഫിന്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ ഗവൺമെന്റ് ഇത് ഇങ്ങനെ പോയി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുഴിയൊക്കെ മൂടണ്ടല്ലേ ഗവൺമെന്റ്? നമ്മൾ എങ്ങനെ ഇത് സഹിക്കണത്? ഞാൻ ഡ്രൈവറാണ്. ജോലിക്ക് പോകാൻ പറ്റില്ല. 1 മാസം റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത്. നെഞ്ചിന് നല്ല ഇടിയാണ് കിട്ടിയേക്കണേ. പിന്നെ കാലും, പിന്നെ കൈയും, മുഖവും. അതെ, പല്ല് ചെറുതായിട്ട് കളിക്കിട്ടുണ്ട്. മുഖം അടിച്ച് കൊണ്ടിട്ട്. പേര് നൌഷാദ് എന്നാണ്. ഞാൻ പുക്കാട്ടുപടിക്കാ താമസിക്കണേ. മഴയുണ്ടായിരുന്നു. നമ്മൾ കുഴി കണ്ടില്ല. ഇക്കാണ് വണ്ടി ഓടിച്ചു വരുന്നത്. കുഴിയിലേക്ക് വീണത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് ഞങ്ങൾ റൈറ്റ് സൈഡിലേക്ക് വീണു. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ്. എതിരെ ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ റോഡിന്റെ നടുക്കിലാണ് വീണത്. ഈ സഹോദരനാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഒത്തിരി പേരിവിടെ കൂടിയായിരുന്നു. പിന്നെ എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. പല്ലിന് 2 പല്ലിന് ഇളക്കമുണ്ട്. പിന്നെ നെഞ്ചിടിച്ചാണ് വീണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പം 2 വീലറിന് എത്ര ആളുകൾ ഇതിലെ പോകുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അനാസ്ഥയാണ്. BMW ഒരു വല്ലാത്തൊരു അനാസ്ഥയാണ്. ഇന്നലെ ഇപ്പം ഇതിനു മുമ്പും ഒരുപാട് പേര് ഈ കുഴിയിൽ വീണിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും. ഒരാഴ്ചക്ക് മുമ്പേ ഒരു കൊച്ചും തന്തയും തള്ള ഒരു പൊടിക്കൊച്ച് 5 വയസ്സായ 3 വയസ്സായ ഒരു പൊടിക്കൊച്ചും കൂടെ ഇവിടെ വീണ് അതിന്റെ മുഖം മൊത്തം പോയി. അതിനെ ഇപ്പൊ ഇവിടെ അതിന്റെ തന്തയുടെയും തള്ളയുടെയും കാലും കൈ ഒടിഞ്ഞു. എന്നിട്ട് അതിനെ രാജഗിരി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞാണ് ഈ ചേട്ടനും ചേച്ചിയും കൂടെ ഇന്നലെ ഇവിടെ വീണത്. ഇന്നലെ ഇവിടെ വീണ് കഴിഞ്ഞിട്ട് ചേച്ചിയെ എടുക്കാൻ ഞങ്ങൾ എടുത്തിവിടെ വന്നപ്പോൾ ഒരു വണ്ടിക്കാരെ പോലും വിളിച്ചാൽ വരത്തില്ല. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചാണ് എൻ്റെ കടയിലെ ജോലിക്കാരനും ഞങ്ങളെല്ലാം കൂടെ വണ്ടിക്കകത്ത് കയറ്റി വിട്ടത്. എന്നും ഉള്ളൊരു സംഭവം ഇവിടെ ഇതെന്നും ആക്സിഡന്റ് ആവുക, എപ്പോഴും ആക്സിഡന്റ് ആവുക. വണ്ടിയൊക്കെ വന്ന് ഇതിനകത്ത് വീഴുക. നമുക്ക് എപ്പോഴും ഈ ആശുപത്രി കൊണ്ടുപോകാനേ ഉള്ള സമയം. ഒരു വണ്ടി കിട്ടാൻ പാടും ഉണ്ടായതുകൊണ്ട് ഇപ്പം ഞങ്ങളൊരു ആട്ടോ ഇവിടെ സ്ഥിരമാക്കിയിട്ടുണ്ട്. ആലൊക്കെ വീഴുമ്പോൾ അവരെ കൊണ്ടുപോകാനും ഇതിനു വേണ്ടി ഞങ്ങളൊരു ആട്ടോ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വണ്ടിക്കാരെ വിളിച്ചാലും വരത്തില്ല. പിന്നെ അത് ബുദ്ധിമുട്ട് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. കുഴിയിൽ ചേമ്പച്ചെടി നട്ടും മുദ്രാവാക്യം വിളിച്ചും നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇനിയും ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് റോഡ് ശരിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പല പ്രാവശ്യം അധികാരികളെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആലുവ.